എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ മുന്തിരി പച്ചടിയാണ്. എരിവും മധുരവും പുളിയും എല്ലാം കൂടി ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കാനായി നല്ലൊരു പഴുത്ത പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്തിട്ട് ചെറിയ പീസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് സീഡ്ലെസ് ആയിട്ടുള്ള പച്ച മുന്തിരി എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മുന്തിരിയാണ്. പിന്നെ ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ നമുക്ക് പറയാം. ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് പൈനാപ്പിൾ അരിഞ്ഞതും നേന്ത്രപ്പഴം അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നേന്ത്രപ്പഴവും പൈനാപ്പിളും വേവിക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. കുറച്ച് നേരം ഈ മൂടി തുറന്ന് വെച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിച്ച് നന്നായി വഴറ്റിയെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം. അതിനായിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ കടുകും അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകവും ഒരു ചെറിയൊരു വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ഈ അരപ്പ് നമ്മുടെ പൈനാപ്പിൾ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഒന്ന് ചൂടാക്കി എടുക്കാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല. കറി ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം. അല്ലാത്ത പക്ഷം ഈ കറി നല്ല കട്ടിയുള്ളതായതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. കടുക് പൊട്ടിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിച്ചത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി ഈ കറി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകിയിട്ട് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മുന്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ നമുക്ക് ആ മുന്തിരിയുടെ ശരിക്കുള്ള ആ ടേസ്റ്റ് നമുക്ക് വിട്ടുപോകാതെ കിട്ടും. ചൂടുള്ള സമയത്ത് മുന്തിരി ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വാട്ടരസം വരും. അതിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത്. ടേസ്റ്റുള്ളൊരു പച്ചടിയാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്